കീമിൽ സർക്കാരിന്റെ നയമല്ല നടപ്പാക്കിയ രീതിയാണ് പ്രശ്നമെന്ന് സുപ്രീം കോടതി. സർക്കാർ സത്യവാങ്മൂലം നൽകുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം തീരുമാനമെടുക്കാമെന്നും ജസ്റ്റിസ് BS നരസിംഹ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. കീം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ഇന്ന് കീമിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്താണ്? സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം റാങ്ക് ലിസ്റ്റ് സംബന്ധിച്ച് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും അതിനുള്ള കൂടുതൽ തീരുമാനമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തത നൽകാനാണ് ഇപ്പോൾ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കക്ഷി ചേരുമോ ഇല്ലയോ എന്നുള്ളത് ഏറെ നിർണായകമായിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ വിഷയത്തിൽ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നും സർക്കാർ ഈ വിഷയത്തിൽ കക്ഷി ചേരണമെന്നുമാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അതിന്മേൽ സർക്കാർ എന്ത് തീരുമാനമാണ് നാളെ സുപ്രീം കോടതിയിൽ പറയുക എന്നാണ് നിർണായകം. എന്നാൽ നാളെയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഓപ്ഷൻ നൽകാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 2 ആണെന്ന് CBSE വിദ്യാർത്ഥികളുടെ അഭിഭാഷകൻ ഇന്ന് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു അതായത് ഈ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യാതൊരു തടസ്സവുമില്ലെന്നും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ സർക്കാരിന്റെ ഭാഗം കേട്ടതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഈ പ്രോസ്പെക്ടസിലടക്കം ഇത്തരമൊരു മാറ്റം വരുത്തുന്നതിനെ പറ്റി നേരത്തെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നായിരുന്നു ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും സർക്കാരിന്റെ നിലപാടാണ് ഏറെ നിർണായകം. അതുകൊണ്ട് സർക്കാർ എന്ത് നിലപാട് കോടതിയെ അറിയിക്കുന്നു അതനുസരിച്ചായിരിക്കും ഈ കീമേലുള്ള സർക്കാരിന്റെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടാവുക. ശരി, സജു തോമസ് ആണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.